സ്വന്തം നാട്ടിലൊരു ഭദ്രകാളി ക്ഷേത്രം കിട്ടുകയാണെങ്കിൽ അതിനെ ഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ പഠിപ്പിച്ചു വളർത്തുന്ന കുട്ടികൾ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഏത് ഷോള് കുരിക്കണം, എന്ത് കുത്തിവെക്കണം എന്ന് ആലോചിക്കില്ല. അവർക്ക് ഉറപ്പുണ്ടാവും. തിരുവാന്താവുന്നിരിക്കുന്ന അമ്മ, കൊടുങ്ങല്ലൂരിരിക്കുന്ന അമ്മ, വാഴായിക്കാവിലിരിക്കുന്ന അമ്മ, ആ അമ്മ പാർവതി അല്ല യഥാർത്ഥത്തിൽ. ശിവന്റെ ഭാര്യാസ്ഥാനത്തുള്ള ദേവതയല്ല ഇവിടെ ആരാധിക്കപ്പെടുന്നത്, മറിച്ച് അതാണ് നിങ്ങൾ കൊടുങ്ങല്ലൂര് ഈ ചില പ്രത്യേക തരത്തിലുള്ള വാക്കുകളൊക്കെ ആയിട്ട് കേൾക്കുന്നത്. ഈ തെറി അമ്മയെ വിളിച്ചു എന്ന് പറയുന്നത്, നീ എന്തിനാണ് ജനിച്ചതെന്നുള്ളത് നീ മറന്നു. ആ സമയത്ത് ദേവന്മാര് വിളിച്ച അതിന്റെ ഓർമ്മയ്ക്കാണ് അത് ചെയ്യാനെന്ന് പറയാറുണ്ട്. ഗൗരവനത്ത് അമ്മയുടെ മുടിയേറ്റ് മഹോത്സവത്തിന്റെ വേദിയിലാണ് നമ്മളിരിക്കുന്നത്. ആത്യന്തികമായിട്ട് നമ്മളുടെ എല്ലാവരുടെയും ജീവന്റെയും ആത്മാവിന്റെയും ഒക്കെ ഉടമസ്ഥാവകാശം ആ ഭഗവതിക്കാണ്. അമ്മ ഭദ്രകാളിയാണ് ആത്യന്തികമായിട്ട് അമ്മയുടെ സ്വരൂപം. ഞാൻ പറയുമ്പോൾ ചില ആൾക്കൊക്കെ ദേഷ്യം തോന്നുമെങ്കിൽ പോലും ഇന്ന് ഏറ്റവും കൂടുതൽ ഈ സെക്കൻഡ് ഗ്രേഡ് കൊടുത്ത് നമ്മൾ അധിക്ഷേപിക്കുന്ന ഒരു ദേവതയാണ് കാളി. വലിയ വലിയ ആൾക്കാരുടെ ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുരുവായൂരപ്പൻ, ഗണപതി ഭഗവാൻ, മുരുകൻ, ഇതൊക്കെയാണ് ഒരു ശ്രേണി. വേറെ സെക്കൻഡ് കാറ്റഗറിയിലാണ് കാളി എന്ന് പറഞ്ഞാൽ തന്നെ എന്തോ ഒരു ഈ കേരളത്തിന്റെ മുഴുവൻ പരദേവതാ സ്ഥാനം അലങ്കരിക്കുന്ന ഭഗവതി അത് ഭദ്രകാളിയാണ്, വേറെ ആരുമല്ല. അയമ്മയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അയമ്മയാണ് ഇവിടെ ആദ്യം വന്നത്. ഇന്നും ഇതിനെ നിലനിർത്തുന്ന അയമ്മയാണ്. അയമ്മയെ ധിക്കരിക്കുക, അയമ്മയെ അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തം പൈതൃകത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ഈ കേരളത്തെ മുഴുവൻ നിങ്ങളൊരു ഭൂപ്രദേശമായിട്ട് ഒറ്റ കുടുംബമായിട്ട് എടുക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന്റെ മുഴുവൻ പരദേവത എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയാണ്, അത് വേറൊരു ദേവതയല്ല. അതുകൊണ്ട് സ്വന്തം നാട്ടിലൊരു ഭദ്രകാളി ക്ഷേത്രം കിട്ടുകയാണെങ്കിൽ അതിനെ ഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ആ നാട്ടിൽ നിന്ന് വരണത്. തിരുവനന്തപുരത്തിൽ അമ്മ ഭദ്രകാളിയാണ്, ഗോരകുന്നത്തമ്മ ഭദ്രകാളിയാണ്. ഭദ്രകാളി എന്ന് പറയുന്നത് ഒരു മോശം ദേവതയല്ല. അമ്മ കറുത്തിട്ടായിരിക്കാം, അമ്മ ഘോരമായിട്ടുള്ള രൂപം സ്വീകരിക്കുന്നവളായിരിക്കാം, ചിലപ്പോൾ വലിയ ഭംഗിയുള്ള പേര്, എന്താ പറയുക, ദുർഗാന്നോ അല്ലെങ്കിൽ പാർവതിന്നോ പോലത്തെ പേരൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാളി എന്നാണ് അവളുടെ പേര് എന്ന് കരുതി അയമ്മ നമ്മുടെ അമ്മ അല്ലാണ്ടാവണില്ല. അയമ്മ പെറ്റതാണ് നമ്മളെല്ലാവരെയും. ഈ നാട്, ഈ കേരളം എന്ന് വിളിക്കപ്പെടുന്ന ഈ ഭൂപ്രദേശം ആത്യന്തികമായിട്ട് അവളുടെ ഭൂമിയാണ്. അവിടെ ഗുരുവായൂരപ്പൻ വന്നിരുന്നോട്ടെ, അയ്യപ്പസ്വാമി വന്നിരുന്നോട്ടെ, മഹാദേവൻ വന്നിരുന്നോട്ടെ, ആര് വന്നിരുന്നാലും അതിന്റെ ആത്യന്തികമായിട്ടുള്ള ഉടമസ്ഥ സ്ഥാനം ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭദ്രകാളിക്കാണ്. കേരളം അവളുടെ മണ്ണാണ്. ഈ കേരളത്തിൽ 13 പ്രധാനപ്പെട്ട അവളുടെ ശാക്തേയ കാവുകൾ നിലനിൽക്കുന്നു. കാസർഗോഡ് നീലിയാർകൊട്ടം തൊട്ട് ഇവിടെ കോട്ടയത്ത് മുത്തൂറ്റ് ഭഗവതി ക്ഷേത്രം വരെയുള്ള 13 കാവുകളിൽ കുടികൊള്ളുന്ന അതിന്റെ മധ്യഭാഗത്ത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന് വിളിക്കപ്പെടുന്ന ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ആ അമ്മയാണ് ഈ പ്രദേശത്തിന്റെ മുഴുവൻ പരദേവത. ആ അമ്മയെ സ്മരിക്കാതെ നമ്മൾ ആരുടെ പുറകെ ഓടിയിട്ടും ഒരു കാര്യവും. നിങ്ങൾ കേരളത്തിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് നിങ്ങൾ ആ അമ്മയുടെ മക്കളായി മാറി. നിങ്ങൾക്ക് ഇഷ്ടം ഗുരുവായൂരപ്പനെ ആയിക്കോട്ടെ, മഹാഗണപതി ആയിക്കോട്ടെ, മഹാദേവനെ ആയിക്കോട്ടെ, മുരുകനായിക്കോട്ടെ, ആരെ വേണമെങ്കിലും നമുക്ക് ആരാധിക്കാം. പക്ഷെ പെറ്റമ്മയെ മറന്നുകൊണ്ട്, സ്വന്തം നാട്ടിലെ ക്ഷേത്രത്തെ മറന്നുകൊണ്ട് ഒരു ദേവതയുടെ പുറകിൽ പോയിട്ട് നമുക്കൊന്നും നേടാനില്ല. അതുകൊണ്ട് ആത്യന്തികമായിട്ട് എപ്പോഴും ഈ ഘോരകുന്നത്തിരിക്കുന്ന അമ്മയെ സ്മരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അവൾ ഇവിടെ ജനിച്ചിട്ടുള്ളത് നമ്മളുടെ മുഴുവൻ രക്ഷാകർതൃ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ദേവതയാണ്. ഒരു സഹസ്രനാമവും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും, ഒരു ശ്യാമളാദണ്ഡവും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും, ഒരു സൗന്ദര്യലഹരി അറിയില്ലെങ്കിലും അയമ്മ നിങ്ങളിൽ നിന്ന് ആകെ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ഉറക്കെയുള്ള ഒരേ ഒരു വിളി അമ്മേ എന്നുള്ള വിളി മാത്രമാണ്. അതിന്റെ മുകളിൽ ഒരു നാമൂല്യം. ചെറിയ കുട്ടികളെ അത് വിളിച്ച് പഠിപ്പിക്കാൻ ശീലിക്കുക. തുടക്കത്തിൽ തന്നെ അവരുടെ പ്രായം ഒന്ന് ഉറച്ചു വരുമ്പോ തന്നെ ഈ ശ്രീകോവിലിനകത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ അമ്മയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാനും നിന്റെ അമ്മയാണ്, ഈ ഇരിക്കുന്നത് നിന്റെ അമ്മയാണെന്ന് കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുക. നമ്മൾ അങ്ങനെ പഠിപ്പിച്ചു വളർത്തുന്ന കുട്ടികൾ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഏത് ഷോള് കുരിക്കണം, എന്ത് കുത്തിവെക്കണം എന്ന് ആലോചിക്കില്ല. അവർക്ക് ഉറപ്പുണ്ടാവും അവരുടെ കൂടെ അവരുടെ ഗൗരവം തമ്മുണ്ട്, എവിടെ അവർ വീണു പോവുക. ആ ധൈര്യം കുട്ടികൾക്ക് കൊടുക്കാനാണ് ആത്യന്തികമായിട്ട് നമ്മുടെ ദേശത്തെ ക്ഷേത്രങ്ങളെ നമ്മൾ ആശ്രയിക്കേണ്ടത്. ഇവിടെ ഭഗവതി ഭദ്രകാളിയാണ്. ആ ഭദ്രകാളി സ്വരൂപത്തിലിരിക്കുന്ന അമ്മ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 13 കാവുകളിൽ ഇരിക്കുന്നത്.
ആ അമ്മയുടെ ചെറിയ 1-2 കാര്യോട് പറഞ്ഞിട്ട് വേഷം ഒരു കീർത്തനം വായിച്ചു തരും. നമ്മൾ പൊതുവിൽ ഭദ്രകാളി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആത്യന്തികമായിട്ട് നമ്മൾ കൊണ്ടേ കണക്ട് ചെയ്യുക ശ്രീപാർവതിയുടെ ഏറ്റവും ദേഷ്യം വരുമ്പോഴുള്ള ഭാവം എന്നുള്ള രീതിയിലാണ്. ശിവന്റെ ഭാര്യയായിട്ടുള്ള പാർവതിക്ക് ദേഷ്യം വരുമ്പോൾ കാളി രൂപത്തിലേക്ക് അമ്മ മാറുന്നു. ശരിയാണ്, തെറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ ഘോരകുന്നത്തിരിക്കുന്ന അമ്മ, തിരുവാന്താവുന്നിരിക്കുന്ന അമ്മ, കൊടുങ്ങല്ലൂരിരിക്കുന്ന അമ്മ, വാഴായിക്കാവിലിരിക്കുന്ന അമ്മ, ആ അമ്മ പാർവതി അല്ല. യഥാർത്ഥത്തിൽ ശിവന്റെ ഭാര്യാസ്ഥാനത്തുള്ള ദേവതയല്ല ഇവിടെ ആരാധിക്കപ്പെടുന്നത്. മറിച്ച് ശിവന്റെ പുത്രിയായിട്ടുള്ള ശിവന്റെ മകളുടെ സ്ഥാനത്തുള്ള ദേവതയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭദ്രകാളി. അവൾ എന്തിനു വേണ്ടി ചിരിച്ചു? അപ്പൊ നിങ്ങൾ കാണാൻ പോണു. ദാരികൻ ദാനകൻ എന്ന് പറയുന്ന 2 അസുരന്മാർ, ദാനവനും ദാരികനും, ആ 2 അസുരന്മാരെ കൊല്ലാൻ വേണ്ടി ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നോ ഭഗവാന്റെ ജടയിൽ നിന്നോ ജനിച്ചവളാണ് കാളി. അല്ലാതെ ശ്രീപാർവതിയുടെ രൂപമാണ് കാളി എന്ന് കരുതരുത്. ശിവന്റെ മകളാണ്, ശിവന്റെ ഭാര്യയല്ല. നിങ്ങളൊക്കെ രസകരമായിട്ടുള്ള പാട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ കൊടുങ്ങല്ലൂർ ഭരണി കഴിഞ്ഞേ ഉള്ളൂ. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പുരാട്ടി നല്ലച്ഛന്റെ മുമ്പിൽ ചെന്ന് കളി തുടങ്ങി എന്നാണ്. ദാരികനെ വധിച്ചതിന് ശേഷം ദേവി ആ തല എടുത്തുകൊണ്ട് തന്റെ അച്ഛന്റെ മുമ്പിൽ നിന്ന് നൃത്തം ചെയ്യുന്നു എന്നാണ് ആ നാടൻ പാട്ടിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഭദ്രകാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നെഞ്ചു നിവർത്തി പറയാം, ഞങ്ങളുടെ അമ്മയാണ് അവൾ, അവൾ ശിവന്റെ മകളാണ്, ശിവജയാണ്. ഇവിടെ നേരത്തെ ഏലൂർ ബിരിച്ചേട്ടനും പാടിയിരുന്നു ആ പാട്ട് ഇല്ല? നിങ്ങൾക്കൊക്കെ നന്ദഗോവിന്ദൊക്കെ പാടി പരിചയമുള്ള ആ പ്രധാനപ്പെട്ട പാട്ട്. ഹരനുടെ ജട ഒരു പിടി കയ്യിലെടുത്ത് അത് പാലിലടിച്ച നേരത്ത് അതിൽ നിന്ന് ആരുണ്ടായി? കാളി ഉണ്ടായി. ദാരികനെയും ദാനവനെയും വധിക്കാനാണ് ആത്യന്തികമായിട്ടുള്ളത്. ആ കാളിയുടെ യുദ്ധമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. പക്ഷെ അമ്മ ആത്യന്തികമായിട്ട് ഈ ഘോര രൂപത്തിലിരിക്കുന്നെങ്കിലും അവൾ അമ്മയാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ഞങ്ങളുടെ നാട്ടിൽ മുടിയേറ്റല്ല കൂടുതൽ കാണാൻ പറ്റുക. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക കളമെഴുത്ത് പാട്ടാണ്. മുടിയേറ്റിന്റെ വേറൊരു ഭാവം. അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം ദേവി ദാരികനെ വധിക്കാൻ. അതൊരു മുടിയേറ്റിലുണ്ടോന്ന് എനിക്ക് അറിയില്ല. ദേവി ദാരികനെ വധിക്കാനായിട്ട് പോകുന്ന സമയത്ത് ദാരികൻ ദേവിയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയും. അമ്മ എന്നെ കൊല്ലല്ലേ, ഞാനും നീ പറ്റതല്ലേ, എന്നെ കൊല്ലാൻ പാടുണ്ടോ എന്ന് ചോദിക്കും. സൂര്യനാണ് ചന്ദ്രനാണ് ഞാൻ നന്നായിക്കോളാം, ദേവന്മാരാണ് ഞാൻ നന്നായിക്കോളാം, ത്രിമൂർത്തികളാണ് ഞാൻ നന്നായിക്കോളാം, എന്നെ കൊല്ലല്ലേ അമ്മേ എന്ന് പറഞ്ഞ് കാലിൽ കെട്ടിപ്പിടിച്ച് കരയും ദാരിക. ദേവി എന്ത് ചെയ്യൂ? അപ്പൊ കൊന്നോ? പള്ളിവാള് താഴ്ത്തിട്ട് ദാരികനെ മാതൃവാത്സല്യത്തോടുകൂടി എടുക്കാൻ പോലത്തെ ഭഗവതി എന്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട്. അതാണ് അമ്മ. ദേവി ആരെ കൊല്ലാൻ വേണ്ടി ജനിച്ചോ അവന്റെ കരച്ചിന് കണ്ടപ്പോ അവനും അമ്മയായി തീർന്നു. അവനും അമ്മ മുല കൊടുക്കാൻ പോയതാണ് എന്റെ കുട്ടിയാണെന്ന് പറഞ്ഞത്. അപ്പൊ ആണ് ദേവന്മാര് പോയിന്ന് വിളിച്ചു പറഞ്ഞത് വെട്ടടി അവനെയാണ്. നീ അതിനാണ് ജനിച്ചിട്ടുള്ളത്. അതാണ് നിങ്ങൾ കൊടുങ്ങല്ലൂര് ഈ ചില പ്രത്യേക തരത്തിലുള്ള വാക്കുകളൊക്കെ ആയിട്ട് കേൾക്കുന്നത്. ഈ തെറി അമ്മയെ വിളിച്ചു എന്ന് പറയുന്നത്. നീ എന്തിനാണ് ജനിച്ചതെന്നുള്ളത് നീ മറന്നു. ആ സമയത്ത് ദേവന്മാര് വിളിച്ച അതിന്റെ ഓർമ്മയ്ക്കാണ് അത് ചെയ്യാമെന്ന് പറയാറുണ്ട്. പക്ഷെ എല്ലാവരെയും മക്കളായിട്ട് കാണുന്നു ഭഗവതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയവായിട്ട് ആ അമ്മയെ ദേവിയാക്കി മാത്രം കൊണ്ടുപോയിട്ട് ശ്രീകോവിന്റെ ഉള്ളിൽ വെക്കാണ്ട് ആ അമ്മേനെ നമ്മുടെ സ്വന്തം അമ്മയായിട്ട് കാണാൻ കുട്ടികളെ പഠിപ്പിക്കുക. നമ്മൾ അങ്ങനെ കാണുക. ഒരു പട്ട് ഭഗവതിക്ക് കൊടുക്കുന്ന സമയത്ത്, ഒരു താലി കൊടുക്കുന്ന സമയത്ത്, ഒരു മാല കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട വികാരം ഇത് ഉടുത്തിട്ട് എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നുള്ളതാവണം. ഇത് ചാർത്തിയിട്ട് എനിക്ക് എൻ്റെ അമ്മയെ കാണണം. ഞാൻ ഉണ്ടാക്കിയ ഈ പായസം കുടിച്ചിട്ട് അമ്മ സന്തോഷമായിട്ടിരിക്കണം. അതിനാണ് നമ്മൾ നമ്മുടെ ദേശക്ഷേത്രങ്ങളിൽ വഴിപാട് കൊടുക്കുന്നത്. അല്ലാതെ അമ്മ എൻ്റെ ഈ പായസം കുടിച്ചിട്ട് എനിക്ക് നാളെ ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം എന്താ? അതല്ല. സ്വന്തം അമ്മയോട് നമ്മൾ ആരും കണക്ക് പറയാറില്ല. സ്വന്തം അമ്മയുടെ മുമ്പിലുള്ള പ്ലേറ്റിൽ നമ്മൾ ഇങ്ങനെ ചോറ് വിളമ്പുമ്പോ നാളെ സ്വത്ത് എഴുതി തരട്ടോ എന്ന് പറഞ്ഞിട്ടല്ല വിളമ്പുക. ആത്യന്തികമായിട്ട് നമ്മുടെ ഉദ്ദേശം അമ്മ സന്തോഷിക്കണേ എന്നുള്ളതാണ്. ഒരു പട്ട് ചാർത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റണം, ഓ ഞാൻ കൊടുത്ത പട്ട് ചാർത്തിട്ട് എന്റെ അമ്മയെ കാണാൻ എന്ത് ഭംഗിയാണ്. ആ വികാരത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ചെമ്പരത്തിമാല നടക്കിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ചെമ്പരത്തിമാല അങ്ങോട്ട് എടുത്തിട്ട് അമ്മേ എനിക്ക് നല്ല വിദ്യ തരണേന്ന് അമ്മയോട് പ്രാർത്ഥിക്കാതെ ഇത് ചാർത്തി എനിക്ക് എന്റെ അമ്മയൊന്ന് കാണാനുള്ള ഭാഗ്യം തരണേന്ന് പ്രാർത്ഥിക്കും. അപ്പോഴാണ് നമ്മളൊക്കെ അമ്മയുടെ ഭക്തർ എന്നുള്ള തസ്തികയിൽ നിന്ന് അമ്മയുടെ മക്കൾ എന്നുള്ള തസ്തികയിലേക്ക് ഉയരുക, പ്രൊമോഷൻ കിട്ടുക. നമുക്കൊക്കെ വേണ്ടത് അമ്മയുടെ ഭക്തർ എന്നുള്ള സ്ഥാനമല്ല, അമ്മയുടെ മക്കൾ എന്നുള്ള സ്ഥാനമാണ്. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അതുകൊണ്ട് ദയവായിട്ട് അവളെ ഭയക്കാതിരിക്കുക.
നമ്മളും അവളും തമ്മിലുള്ള, ഞാൻ ഈ അവൾ എന്ന് വിളിക്കുന്നത് ബഹുമാനക്കുറവുണ്ടല്ല കേട്ടോ, അത്ര അടുപ്പമുള്ളതുകൊണ്ടാ. നമ്മളും അമ്മയും തമ്മിലുള്ള അകലം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇടയിൽ ഭദ്രകാളിയെ കുറിച്ച് കണ്ണി കണ്ട ആൾക്കാരൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഭയമാണ്. അവള് ധംഷ്ടയുള്ളവളാണ്, അവളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, എപ്പോഴും ചോര ചീറ്റിക്കൊണ്ടിരിക്കുന്നവളാണ്, വിരൂപയാണ്, വസൂരിക്കുത്തുള്ളവളാണ്, കറുത്തവളാണ്. അങ്ങനെയുള്ള ആളെ നോക്കി കഴിക്കാൻ തന്നെ ഭയം ഉണ്ടാവും. സ്വന്തം അമ്മ എന്തിനാണ് ഭയക്കുന്നത്? രാത്രി 12 മണിക്ക് ഇപ്പൊ ഈ വെളിച്ചൊക്കെ ഇവിടെ ഉണ്ട്. ഒരു വെളിച്ചം ഇല്ലാത്ത സമയത്തും ഗൗരവം അമ്പലത്തിൽ രാത്രി 12 മണിക്ക് കയറി ചെല്ലാൻ പറ്റുമെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നെഞ്ച് നിവർത്തി പറയണം, ഓഫ് കോഴ്സ് എനിക്ക് പറ്റും, എന്റെ അമ്മയാണ് അവിടെ ഇരിക്കുന്നത്. എന്തിനാ പേടിക്കുന്നത്? ഒരമ്മയെ നിങ്ങളെ നശിപ്പിക്കില്ല. അമ്മ കുട്ടികളെ തിരുത്തുള്ളൂ, അമ്മ കുട്ടികളെ നശിപ്പിക്കില്ല. തിരുത്തും. ശിക്ഷിക്കുന്ന എന്തിനു വേണ്ടിട്ടാ? തിരുത്താൻ വേണ്ടിട്ടാ. ഒരമ്മയും കുട്ടി മരിച്ചു പോട്ടെ എന്നുകൊണ്ട് അടിക്കില്ല. ഒരു ഈശ്വരനും തന്റെ ഭക്തൻ നശിക്കട്ടെ എന്ന് പറഞ്ഞ് തീരുമാനം എടുക്കില്ല. തിരുത്താനുള്ള ശ്രമങ്ങളാ, അതാ ശിക്ഷയായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ശിക്ഷയും തിരുത്താനുള്ളതാണ്. ഭദ്രകാളി ശിക്ഷിക്കോ? ഓഫ് കോഴ്സ്, ഉറപ്പായിട്ടും ശിക്ഷിക്കും. എന്തിന്? നമ്മുടെ മക്കളാണോ? അമ്മയുടെ മക്കളാണ് നമ്മള്. നമുക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടുന്നുണ്ടെങ്കിൽ അമ്മയെ നമസ്കരിച്ചിട്ട് പറയാ, അമ്മയുടെ മകനായിട്ട് അമ്മ എന്നെ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞാനൊരു തെറ്റ് ചെയ്തപ്പോ അടിച്ചത്, ഇനി അടിക്കണേ. അടിക്കാൻ അമ്മ ഉണ്ടല്ലോ എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം. ദയവായിട്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന കഥ കേട്ട് നമ്മൾ അവളും തമ്മിലുള്ള ദൂരം ഭയം കൊണ്ട് കൂട്ടാതിരിക്കുക. ഈ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താ? ഭദ്ര എന്ന ശബ്ദത്തിന്റെ അർത്ഥം പല അർത്ഥങ്ങളുണ്ട്. ഏറ്റവും മനോഹരമായിട്ടുള്ള അർത്ഥമാണ് ഭയത്തെ ദ്രവിപ്പിക്കുന്നവൾ, ഭയം ഇല്ലാണ്ടാക്കുന്നവൾ. നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും ദൈവമേ തന്നെയാണ്. അതുകൊണ്ട് ദയവായി ദേവിയെ പേടിക്കാതെ, ദേവിയോടുള്ള ഭക്തിയേക്കാൾ ഉപരി സ്നേഹം കൊടുത്തുകൊണ്ട് അമ്മയുടെ മക്കളായിട്ട് ഉയരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇപ്പൊ നിങ്ങളൊക്കെ അങ്ങനെ സാധിച്ച ആൾക്കാരാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അടുത്ത തലമുറകളെ കൂടി നിങ്ങൾ അമ്മയുടെ മക്കളാക്കി മാറ്റുക. ഭക്തർ എന്നുള്ള തസ്തികയിൽ നിന്ന് അവർക്കും കൊടുക്കൂ പ്രമോഷൻ. അറിയാണ്ട് അമ്പലത്തിൽ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബലിക്കലൊന്നും ചവിട്ടി കഴിഞ്ഞാൽ, ആ പൂവൊന്ന് താഴത്ത് വീണ് കഴിഞ്ഞാൽ കാളി നിങ്ങളെ ശിക്ഷിക്കുന്ന ചെറിയ കുട്ടിയാവുമ്പോഴേ പറഞ്ഞ് പഠിപ്പിക്കാതിരിക്കുക. ശിക്ഷിക്കുന്നവളല്ല അവൾ സദാസമയവും രക്ഷിക്കുന്നവളാണ്. തിരുത്താൻ വേണ്ടി ശിക്ഷിക്കും, അല്ലാതെ നശിപ്പിക്കാൻ വേണ്ടി അമ്മ ഒന്നും ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു അമ്മയെ, ദേശത്തിന്റെ മുഴുവൻ നാഥയായിട്ട് കിട്ടിയ നിങ്ങളുടെ ഭാഗ്യത്തെ ഒരിക്കൽ കൂടി സ്മരിക്കുന്നു. മുടിയേറ്റിന് അമ്മ ദാരികനെ വധിക്കാനായിട്ട് എഴുന്നള്ളുന്ന സമയത്ത് അമ്മയുടെ രൂപം നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോ വിരൂപമായിട്ട് തോന്നും. കുറെ വസൂരിക്കുത്തൊക്കെ അരിമാവ് കൊണ്ട് വെച്ചിട്ടുണ്ടാവും. കറുത്ത രൂപമായിരിക്കും, ചുവന്ന പട്ടായിരിക്കും, കയ്യിൽ വാളുണ്ടായിരിക്കും, ദംഷ്ട പല്ലുണ്ടായിരിക്കും, നാക്ക് പുറത്തേക്ക് ഇടും. പക്ഷെ ആത്യന്തികമായിട്ട് അവൾ നമ്മുടെ അമ്മയാണ്. എന്റെ അമ്മയുടെ പേര് ഉഷ എന്നാണ്, ശരിക്കുള്ള പേരാ. എന്നോട് ഒരാൾ ചോദിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ അമ്മയുടെ പേര് ഇത്തിരി ഫാഷൻ കുറവാണെന്ന് വെച്ചിട്ട് സുഭദ്ര വർമ്മ തമ്പുരാട്ടി എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. എന്റെ അമ്മയുടെ പേര് ഉഷ എന്നാ എല്ലാ കാലത്തും. പേര് മാറ്റാൻ പറ്റില്ല. അച്ഛന്റെ പേര് മണികണ്ഠന്നാ, കോലോത്തിരി തമ്പുരാൻ എന്ന് പറയാൻ പറ്റില്ല. അതാണുള്ള പേരെ പറയാൻ പറ്റുള്ളൂ. ആ പൈതൃകത്തിൽ അഭിമാനിക്കുക. കാളിയെ കാളിയായിട്ട് കാണുക. ആ ദേവതയുടെ ഐഡന്റിറ്റി ഇല്ലാണ്ടാക്കാതിരിക്കുക. അയമ്മേനെ നോക്കിയിട്ട് ദുർഗയെ പാർവതി എന്നൊന്നും വിളിക്കരുത്. ഷീസ് ആബ്സല്യൂട്ട് കാളി, പ്യുവർ കാളിയാണായിരിക്കുന്നത്. ഞാനിവിടെ ഈ പ്രഭാഷണവും പരിപാടിയൊക്കെ കഴിഞ്ഞ് പോയിട്ട് നിങ്ങൾ കാണുന്ന ആൾക്കാരോടൊക്കെ പറയാണ്, ആ വ്യാസൻ എന്ന് പറയുന്ന മനുഷ്യന്റെ പേരങ്ങോട്ട് മാറ്റിയിട്ട് ശ്രീജിത്ത് വന്നിരുന്നു, ശ്രീജിത്ത് പ്രഭാഷണം 1.5 മണിക്കൂർ നടത്തി, ശ്രീജിത്ത് വണ്ടിയിലാണ്. എന്റെ ഐഡന്റിറ്റിയാണ് പോയത്. ഞാൻ 1.5 മണിക്കൂറോട് സംസാരിച്ചത്. നിങ്ങൾ എന്റെ പേര് മാറ്റി വേറെ ആർക്കും ക്രെഡിറ്റ് കൊടുത്തു. ആ ഏർപ്പാടാണ് നമ്മുടെ പേര് മാറ്റുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ആത്യന്തികമായിട്ട്. അതുകൊണ്ട് ഐഡന്റിറ്റി മാറ്റാതിരിക്കുക. കാളിയെ കാളിയായിട്ട് കാണുക. എന്താ പ്രശ്നം? നമ്പ്യാരുടെ കവിതയുണ്ട്, കുഞ്ചൻ നമ്പ്യാരുടെ. കാളി എന്നൊരു വിളി കേട്ടപ്പോൾ കാളിക്കൊന്ന് വയറ്റിൽ കാളിയുന്നു. ഒരു പെൺകുട്ടി എന്തോ തെറ്റ് ചെയ്തു തരാം. അപ്പൊ അമ്മ അടി കാളി എന്ന് വിളിച്ചു. ആ കാളി എന്നുള്ള വിളി കേട്ടപ്പോ ആ പെൺകുട്ടിയുടെ വയറ്റിൽ ഒരു കാളനുണ്ടായി. അത്ര പവർഫുൾ നെയ്മാണ് കാളി. വെറുതെ പറഞ്ഞാൽ മാത്രം മതി. വിവേകാനന്ദ സ്വാമിയുടെ കവിത ഉണ്ട്. ഞാൻ രാവിലെ പുത്തൂര് സംസാരിച്ചിരുന്നു അതിനെ കുറിച്ച്. കാളി ദ മദർ എന്നാണ് അതിന്റെ പേര്. കാളി ദ മദർ. കാളി എന്ന് വെച്ചാൽ ആരാ? അമ്മ. അമ്മയെ സ്നേഹിക്കാനുള്ള ഉപാധികൾ മുടിയേറ്റ് ഉൾപ്പെടെയുള്ള നിരവധി അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു. മാക്സിമം പ്രയോജനപ്പെടുത്തുക.